സാറേ. കാരണം ഇതെന്താ വെച്ചാൽ ഞാൻ രാവിലെ റിസൾട്ട് നോക്കുമ്പോഴടക്കം ഞാൻ ഹൈ ഹോപ്സ് ആണ് കൊടുത്തിരുന്നത്. കാരണം എനിക്കറിയാം ഞാൻ അത് അത്ര നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഞാൻ അത്രയും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓവറാക്കി പറയുന്നതല്ല, ഞാൻ അത്രയും റെഫർ ഞാൻ അതാണ് നോക്കണത്. എന്തുകൊണ്ടാണ് മാർക്ക് കുറച്ചെന്ന് ഞാൻ നോക്കണത്. എല്ലാ പോയിന്റ്സും ഉണ്ടായില്ല. ജസ്റ്റ് പാസ് മാർക്കിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ ഗ്രേഡൊന്നും ആഗ്രഹിക്കില്ല. കാരണം അപ്പോൾ ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ. എന്തായാലും റീസെറ്റിന് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ഇവിടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ജോലി പോകും. അപ്പോൾ സാർ റീസെറ്റിന് നോക്കും. ഇത് മെയ് 2023 നെബോഷ് IGC എക്സാം എഴുതി ഒരു കാൻഡിഡേറ്റ് എനിക്ക് അയച്ച വോയിസാണ്. ഇങ്ങനെ ഒരുപാട് വോയിസ് ഓരോ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്തും എനിക്ക് വരാറുണ്ട് വാട്സപ്പിൽ. വോയിസായിട്ടും അതേപോലെ തന്നെ ടെക്സ്റ്റായിട്ടും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച കാൻഡിഡേറ്റ്സ് അവർ റിസൾട്ട് വരുന്ന സമയത്ത് മെസ്സേജ് അയക്കും. അപ്പോൾ ഇവർക്കൊക്കെ അറിയേണ്ടത് എങ്ങനെയാണ് IGC അല്ലെങ്കിൽ IG1 ഫെയിലായി പോയത്. ഇപ്പോൾ ഇപ്പോൾ ഈ കാൻഡിഡേറ്റിൻ്റെ വോയിസ് നിങ്ങൾ കേട്ടു. ഞാൻ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പ്ലേ ചെയ്തത്. ഒരുപാട് വോയിസ് ഉണ്ട്, ഒരുപാട് ടെക്സ്റ്റ് മെസ്സേജുകൾ വരാറുണ്ട്. 3 തവണ ഫെയിലായിപ്പോയി, ഇനി ഫെയിലാകാൻ വയ്യ, എന്താ സംഭവിക്കുന്നത് അറിയുന്നില്ല, ലാസ്റ്റ് ടൈം കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിനേക്കാൾ മാർക്ക് കുറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജസ് ഓരോ സമയവും വരാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ എന്താണ് ഫെയിലായി പോകാനുള്ള കാരണങ്ങളെന്ന് പറയലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എന്തുകൊണ്ടാണ് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് കാൻഡിഡേറ്റ്സ് ഫെയിലാവുന്നത് എന്നുള്ളതൊരു വീഡിയോ ആക്കിയിട്ട് പബ്ലിഷ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ നെബോഷ് IGC പഠിക്കുന്നൊരു കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. എന്തുകൊണ്ടാണ് കോമൺലി ആളുകൾ ഫെയിലായി പോകുന്നത്, അത് എങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ല ഇത്. ബട്ട് ഒരു ജനറലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട റീസൺസ് ഫോർ IG1 ഫെയിലിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു ഈ 5 റീസൺസാണ് നെബോഷ് IG1 ഫെയിലാവാനുള്ളത്. ഞാനിത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഇട്ടത്, അതല്ലാതെ ഇതൊരു എവിടെയെങ്കിലും നെബോഷിന് ഗൈഡിൽ പറയുന്ന കാര്യങ്ങളല്ല. പകരം എനിക്ക് വരുന്ന ഒരുപാട് എൻക്വയറീസ്, ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം, എൻ്റെ ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാൻഡിഡേറ്റ്സ് അവർ ഫെയിലായ 5 കാര്യങ്ങൾ, ഇതെനിക്ക് തോന്നുന്നു ഇതൊരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത്. അതായത് കൂടുതൽ ആളുകൾ ഫെയിലായി പോകുന്നത് ഞാനിവിടെ കാണിച്ച ഒന്നാമത്തെ കാര്യം തന്നെയാണ്, പ്രിപ്പറേഷന് വളരെ മോശമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് പ്രിപ്പറേഷൻ്റെ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ചില സമയത്ത് നമുക്കിത് ഇങ്ങനെ പറയാം, പ്രിപ്പയറൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ആ എക്സാമിൻ്റെ സമയത്ത് വല്ല മിസ്റ്റേക്കും സംഭവിക്കാം. കാര്യം ഓപ്പൺ ബുക്ക് എക്സാമിനേഷനാണ്, 24 മണിക്കൂർ ടൈം മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സാം ഒരുപാട് ട്രാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമുക്ക് റിസോഴ്സ് ഒരുപാട് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മുമ്പൊരു പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾ, അതായത് ഇതേ ഒരു സെറ്റപ്പിൽ പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു കാര്യം. മൂന്നാമത്തെ പ്രധാന കാര്യം കാൻഡിഡേറ്റ്സ് ചെയ്യുന്നത് സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്ത സമയത്ത് കാൻഡിഡേറ്റ്സ് ചെയ്ത അബദ്ധങ്ങൾ, നിങ്ങൾക്കതിങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നും പറഞ്ഞുതരാം. നാലാമത്തെ കാര്യം ക്ലോസിംഗ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. അഞ്ചാമത്തെ കാര്യം നിങ്ങൾക്ക് ആവശ്യത്തിന് ലക്കില്ല. ഓക്കെ, ഞാനതൊരു തമാശ രൂപേണയാണ് പറയുന്നതെങ്കിലും ലൈക്ക് അതൊരു ഫാക്റ്റാണ്. ഞാൻ പറയാം ഞാൻ എന്തുകൊണ്ടാണ് ഒരു 5ാമത്തെ പോയിൻ്റ് അവിടെ വെച്ചത് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നെങ്കിൽ മനസ്സിലാവും. ഇതിലേ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആളുകൾ ഫെയിലാവുന്നത് പ്രിപ്പറേഷൻ്റെ കുറവാണ്, ഏറ്റവും കുറവ് ആളുകൾ ഫെയിലാവുന്നത് അൺലക്കിയാണ്. ഓക്കെ, പക്ഷേ ഇതൊക്കെ ഓവർകം ചെയ്ത് ഒരുപാട് ആളുകൾ, ഇപ്പോൾ എൻ്റെ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ബാച്ചും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്നൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ഈ ബാച്ച് 2023 മെയ് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ നല്ലൊരു വിജയം എൻ്റെ കാൻഡിഡേറ്റ്സ് ഒക്കെ നേടിയിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി. പക്ഷേ വേറെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ലൈക്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പല കാൻഡിഡേറ്റ്സ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വാഷായി പോയിട്ടുണ്ട്, എല്ലാ കാൻഡിഡേറ്റ്സും ഫെയിലായി പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പല ഇൻസ്റ്റിറ്റ്യൂട്ടും വളരെ മോശം റിസൾട്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പയർ ചെയ്യാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് ഈ ഫെയിലായി പോകുന്നതിൻ്റെ പ്രധാന കാര്യം പ്രിപ്പറേഷനിൽ ഫെയിലായി പോകുന്നതാണ്. ഞാൻ പ്രിപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ നേരത്തെ വോയിസ് കേട്ടു, ആ കാൻഡിഡേറ്റ് ഗൾഫ് കൺട്രിയിൽ സേഫ്റ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാകും. പക്ഷേ നെബോഷിൻ്റെ രീതിയിലുള്ള കൺസെപ്റ്റുകൾ കാര്യങ്ങൾ അത് കുറച്ച് ടെക്നിക്കൽ ടേംസുകളൊക്കെ ഉണ്ട്. നെബോഷിൻ്റെ സിലബസിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നെബോഷിൻ്റെ ഒഫീഷ്യൽ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്ന കുറേ ടെക്നിക്കൽ ടേംസുകളൊക്കെ ഉണ്ട്. അതിനായിട്ടുള്ളൊരു നോളജ് അവർ നെബോഷിൻ്റെ സിലബസിൽ പഠിക്കുന്ന പ്രിൻസിപ്പിൾസ്, തിയറീസ് ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം, പരിചയപ്പെടണം. അത് പരിചയപ്പെടാതെയാണ് പല കാൻഡിഡേറ്റ്സും എക്സാം എഴുതുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഫോക്കസ് ഓറിയൻറ്റഡ് എക്സാം ഓറിയൻറ്റഡ് പ്രിപ്പറേഷൻ ഇല്ല എന്നുള്ളതാണ്. അത് പല കാൻഡിഡേറ്റ്സും ലൈക്ക് എനിക്ക് 10 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 15 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, കൺസെപ്റ്റുകളൊക്കെ അറിയും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഓക്കെ വളരെ സിമ്പിളാണല്ലോ എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ആൻസർ എഴുതുന്ന ഒരു രീതിയുണ്ട്, ഓക്കെ, അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാത്തവരായിരിക്കും ഫെയിലാവുന്നത്. അതുപോലെ തന്നെ നെബോഷിൻ്റെ റിക്വയർമെൻറ്റ്സും ഇവരുടെ മാർക്കിംഗ് ക്രൈറ്റീരിയയും അറിയാത്തവർ. നെബോഷ് എങ്ങനെ എക്സാമിനർ മാർക്ക് ഇടുന്നത്, IG1 എങ്ങനെ മാർക്ക് ഇടുന്നത്, IG2 എങ്ങനെ മാർക്ക് ഇടുന്നത്, ഇതൊരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ പ്രിപ്പറേഷൻ്റെ സ്റ്റേജ് നിങ്ങൾ കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ പാസ്സാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന പല അബദ്ധങ്ങൾ. ഒന്നാമത്തെ അബദ്ധം ചെയ്യുന്നത്, നിങ്ങൾക്ക് 24 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എന്താ പറയുക റിസർച്ച് ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ചെയ്യാമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഡീപ്പ് ഡിഗ് ചെയ്യാൻ തുടങ്ങും. ഓരോ വെബ്സൈറ്റ് നോക്കും, ഓരോ ജേണൽസ് നോക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സമയം കളയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആൻസറും ഒരു നല്ല രീതിയിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നെബോഷിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ ഒരുപാട് റിസോഴ്സുകൾ കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരായുസ് മുഴുവൻ വായിച്ച് പഠിക്കാനുള്ള റിസോഴ്സ് ഉണ്ട് അവിടെ, റിസോഴ്സ് റെഫറൻസ് ലിങ്കിൽ. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. അതേസമയം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും അത് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നെബോഷിൻ്റെ റിസോഴ്സ് ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിസർച്ച് അപ്പം മുമ്പ് നടത്തണം, എക്സാമിന് മുമ്പ്. എക്സാമിൻ്റെ അന്ന് ഒരു റിസർച്ചും നടത്താൻ പാടില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നോട്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, ഇത് മാത്രം വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം പോകും. മറ്റൊരു കാര്യം, ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ്ലി മനസ്സിലാക്കും ചില കാൻഡിഡേറ്റ്സ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സിനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ എല്ലാം സിനാരിയോയിൽ നിന്ന് അല്ലെങ്കിൽ സിനാരിയോ റിഫ്ലക്റ്റ് ചെയ്യണം. എല്ലാം എന്ന് പറഞ്ഞാൽ അധികം ആൻസേഴ്സും സിനാരിയോ റിഫ്ലക്റ്റ് ചെയ്യണം. ഇപ്പോൾ ആൻസർ എഴുതുന്നൊരു ടെക്നിക്കൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, PEE പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രാക്ടീസ് നേടാത്ത ആളുകൾക്ക്, ഇപ്പോൾ ക്വസ്റ്റ്യന് ഇപ്പോൾ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് വെക്കുക, ആ ക്വസ്റ്റ്യന് ജനറലായിട്ട് ആൻസർ ചെയ്താൽ അതിന് മാർക്ക് കിട്ടില്ല. ആ ജനറൽ ആൻസർ നമ്മുടെ ഈ നോളജ് ഈ സിനാരിയോയിൽ അപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതണം. അപ്പോൾ സിനാരിയോയിൽ ആൻസറിൽ അവിടെ ഇവിടെയൊക്കെ സിനാരിയോയിൽ ഓരോ പാർട്ടുകളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും, അപ്പോഴേ അതിന് മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എഴുതാത്ത എക്സാമിൻ്റെ സമയത്ത് അങ്ങനെ എഴുതുന്നതിൽ ഫെയിലായി പോകുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യമാണ് പ്ലാജറിസം സംഭവിക്കുക. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇപ്പം നിങ്ങൾ സ്വന്തം എഴുതിയാൽ പ്ലാജറിസം വരില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും കാൻഡിഡേറ്റിൻ്റെ കൂടെ ഇരുന്ന് എഴുതുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു പാസേജ് അതുപോലെ എടുത്തെഴുതുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് അതുപോലെ എടുത്തെഴുതുന്നു. അങ്ങനെ വരുമ്പോൾ പ്ലാജറിസം വരും. അപ്പോൾ നിങ്ങൾ ഫെയിലാവാനുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ, ഫെയിൽ ആവുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ആകും. ഒരു പക്ഷേ ഫെയിൽ മാത്രമാവില്ല, നിങ്ങൾ 1 വർഷം 2 വർഷം 3 വർഷം 5 വർഷമൊക്കെ ബാൻ ആകും. ഡിപ്പെൻസ് നിങ്ങൾ എത്രത്തോളം പ്ലാജറിസം കണ്ടന്റ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓരോ ആക്ഷന് നെബോഷ് എടുക്കുന്നത്. ഏതായാലും ഇതൊക്കെയാണ് പ്ലാജറിസത്തെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു പ്രശ്നം, എക്സാമിൻ്റെ IG1 ആൻസർ എഴുതുന്ന ഒരു രീതിയുണ്ട്. രീതി എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈക്ക് ഇങ്ങനെ തന്നെ എഴുതണം എന്നല്ല, പക്ഷേ നമ്മൾ എക്സാമിനറുടെ ജോബ് ഈസി ആക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതെപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാകണം. നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതാതിരിക്കുക, ഇയാൾക്ക് ഐ കാച്ചിങ് ആക്കുക, അതായത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് അതെന്ത് ചെയ്യുക, ആൻസേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുക, കോംപ്ലക്സ് ആക്കരുത്, ഒരു പോയിൻറ്റും അയാൾ മിസ്സ് ചെയ്യരുത് എന്നുള്ള വാശിയിൽ തന്നെ ആൻസർ എഴുതുക. കാരണം അയാൾക്ക് എക്സാമിനർക്ക് മാർക്ക് ഇടാൻ വലിയൊരു ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. അയാളെപ്പോഴും മാർക്ക് എവിടെ ഇടാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചിന്തിക്കുക. ഓക്കെ, ഞാനതാണ് പറഞ്ഞത്, നെബോഷിൻ്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ മനസ്സിലാക്കണം. IG1 ആണെങ്കിലും IG2 ആണെങ്കിലും ഒരിക്കലും നെബോഷ് എക്സാമിനർ ഓക്കെ ഇയാൾക്കൊരു മാർക്ക് ഇവിടെ ഇടാം എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതിന് മാർക്ക് ഇടാതിരിക്കാനുള്ളൊരു ഹോപ്പ് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവിടെ മാർക്ക് ഇടാതിരിക്കേ ചെയ്യുള്ളൂ. അപ്പോൾ മാർക്ക് ഇടാതിരിക്കാനുള്ള ഒരു ഹോപ്പ് അവിടെ ബാക്കി വെക്കാതെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ആൻസർ എഴുതുക. അതെങ്ങനെ എഴുതുക? അതിപ്പോൾ ഞാൻ വളരെ എന്തോ ഒരു സംഭവിക്കാൻ എന്താ പറയുക, ഒരു ക്ലിയർ അല്ലാതെയാണല്ലോ പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുന്നത് നിങ്ങൾ സിലബസിൽ നിന്നുള്ള കാര്യങ്ങൾ ആൻസറിൽ പേപ്പറിൽ വരുമ്പോഴാണ്. സിലബസിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ടെക്നിക്കൽ ടേംസുകൾ, ആ ടെക്നിക്കൽ ടേംസ് അങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ചില ടെക്നിക്കൽ ടേംസൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതൊരു ഒരുപോലെ ഉള്ളത് പോലെയൊക്കെ തോന്നും, പക്ഷെ അത് ഒരുപോലെ അല്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കണം, ഇൻഫർമേഷൻ കൊടുക്കണം, ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആക്കണം. ആക്ച്വലി ഈ പറഞ്ഞ 3 കാര്യം അല്ലെങ്കിൽ 4 കാര്യങ്ങളൊക്കെ ഇൻ്റർ ആണ്, എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. ട്രെയിനിങ്ങിൽ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, ഗൈഡൻസ് കൊടുക്കും. ട്രെയിനിങ്ങിൽ തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ, ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. സോ ഇതൊക്കെ ആണെങ്കിലും ഈ 4 പോയിന്റുകൾ എഴുതിയാലേ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഒരു ചോദ്യം അവിടുത്തെ സേഫ്റ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 4 പോയിന്റ് നമ്മൾ എഴുതേണ്ടതുണ്ട്. ഇങ്ങനെ നെബോഷിൻ്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ മനസ്സിലാക്കി, നെബോഷിൻ്റെ ഈ ഇപ്പോൾ ആൻസർ സ്കീമിൽ ഉണ്ടാകാൻ പോകുന്ന പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ രൂപത്തിൽ ആൻസർ എഴുതാം. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെയാണ് സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ചില അബദ്ധങ്ങൾ. കാൻഡിഡേറ്റ്സ് ഒന്ന് സബ്മിറ്റ് ചെയ്യുന്നത് ഫെയിലായി പോകും, ടൈം കഴിയും. സാധാരണ കാൻഡിഡേറ്റ്സ് ലാസ്റ്റ് ഡെഡ് ലൈനിലേക്ക് മാറ്റി വെക്കും, അങ്ങനെ അവസാനം അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാവും. കാര്യം സാധാരണ കാൻഡിഡേറ്റ്സ് ഈ എക്സാം 24 hours-ആണ്. ഇപ്പോൾ ഈ 24 hours-ഉം ഉറങ്ങാതെ ഭക്ഷണമൊക്കെ വളരെ കുറച്ച് കഴിച്ച് ഈ എക്സാമിൻ്റെ ആ പ്രോസസ്സിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എനർജി കുറഞ്ഞിട്ടുണ്ടായിരിക്കും, എക്സാമിൻ്റെ ടെൻഷൻ ഉണ്ടായിരിക്കും. ലാസ്റ്റ് മൊമെൻ്റ് എത്തുന്ന സമയത്ത് ഇവർ പാനിക്കാകും. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളൂ, അപ്പോൾ എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം സ്ലോ ആവുക, ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇവർ പാനിക്കാകും, ഇവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാവും. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ എക്സാം കഴിയുമ്പോഴും ഞാൻ കേൾക്കുന്നൊരു വാർത്തയാണ്, സംഗതി ഇത് ചിരിച്ച് പറയേണ്ട കാര്യമല്ല. കാര്യം ആൻസർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് പേപ്പർ സബ്മിറ്റ് ചെയ്യും, അതായത് ആൻസർ ടെംപ്ലേറ്റ് അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യും. അതേപോലെ IG2-ൻ്റെ പേപ്പർ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും IG1 ആൻസർ പേപ്പറിൻ്റെ പകരം. കാര്യം ഈ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാം ഒരു ഓട്ടോമാറ്റിക്കായിരിക്കും ഈ നമ്മുടെ ആക്ഷൻസൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പല അബദ്ധങ്ങളും ആ സമയത്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ക്ലോസിങ് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ക്ലോസിങ് ഇൻ്റർവ്യൂ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ എക്സാം എഴുതിയതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോസിങ് ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആൻസർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വേറെ എവിടെയെങ്കിലൊക്കെ
സപ്പോർട്ടോട് കൂടെ നിങ്ങൾ ആൻസർ എഴുതി, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമാണ് ആൻസർ എഴുതിയിട്ടുള്ളത്. രണ്ടാണെങ്കിലും നിങ്ങൾ ആൻസർ എഴുതിയതൊക്കെ കൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കാരണം ക്ലോസിങ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂവർ നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ എഴുതിയ കാര്യങ്ങളിലെ 100% നിങ്ങൾ കാണാതെ പറയണമെന്നല്ല, ബട്ട് കൺസെപ്റ്റുകളും ആ ഒരു കണക്ഷൻസുകളൊക്കെ അറിഞ്ഞാൽ ഓക്കെ ഇൻ്റർവ്യൂവർക്ക് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾ എഴുതിയതാണെന്ന്. അല്ലാത്ത പക്ഷം ഇത് നെബോഷിൻ്റെ ഒഫീഷ്യൽസ് മോണിറ്റർ ചെയ്യും. അവർ സസ്പെക്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റിഗേഷന് ഓർഡർ ഇടും. ഓക്കെ, അപ്പം അത് ചാൻസ് കുറവാണ്. അഞ്ചാമത്തെ ഒരു കാരണമാണ് അൺലക്കി. നിങ്ങൾക്ക് ആവശ്യത്തിന് ലക്കില്ലെങ്കിൽ നിങ്ങൾ പാസ്സാവില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്തു, പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ചെയ്തു, എക്സാമിൻ്റെ സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്, സബ്മിഷൻ നല്ല രീതിയിൽ ചെയ്തു, ക്ലോസിങ് ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ചിലപ്പോൾ അത് ഞാനിവിടെ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു കാര്യം നെബോഷ് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ഹൈ ആക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ക്രീം ഓഫ് ദ ക്രീം മാത്രമേ പാസ്സാകൂ. അതായത് ഒരു എല്ലാ ആളുകളും പാസ്സാകുന്നത് നെബോഷിൻ്റെ വാല്യൂക്ക് നല്ലതല്ല. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല അപ്പോൾ ഈ ബാച്ച്. ഓക്കെ, അതുകൊണ്ട് ചിലപ്പം നിങ്ങൾ ഫെയിലാവും. ചിലപ്പോൾ അടുത്തൊരു ബാച്ചിൽ നിങ്ങൾ ഇത്ര പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പാസ്സാകും. ഓക്കെ, പിന്നെ നെബോഷിൻ്റെ തന്നെ ഒരു ലൈക്ക് ഓരോ ബാച്ചും അല്ലെങ്കിൽ ഓരോ മന്ത് എക്സാമും സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗ്രേസ് മാർക്ക് കൊടുക്കും. ചില ബാച്ചിന് ഉള്ള മാർക്ക് കുറക്കും. അത് എല്ലാവർക്കും അതുപോലെ ചെയ്യട്ടെ. അതായത് നിങ്ങൾ ഏത് ബാച്ചിലാണോ എക്സാം എഴുതുന്നത് അതും ഒരു ഫാക്ടറാണ്, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇപ്പോൾ ചില സിനാരിയോ വളരെ എളുപ്പം, ക്വസ്റ്റ്യൻ വളരെ എളുപ്പം, എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും എഴുതിയ മാർക്കിൽ ചിലപ്പോൾ ഒരു 5 മാർക്ക് കുറച്ചേക്കാം. കാര്യം വെച്ചാൽ ഇതിന് മുമ്പ് നടന്ന എക്സാം വളരെ ടൈറ്റായിരുന്നു. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അവർക്ക് 5 മാർക്ക് എല്ലാവർക്കും കൂടുതൽ കൊടുത്തേക്കാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, അപ്പം ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങൾ ഫെയിലായി പോകുന്നതിന്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ പ്രിപ്പറേഷൻ്റെ കുറവും എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങളുമാണ്. എന്തായാലും നിങ്ങൾ നെബോഷ് IGC പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ്. നിങ്ങൾക്ക് നെബോഷ് IGC ഒരുപാട് റിസോഴ്സസുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒന്നുകൂടി ഗൈഡൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ ഈ വീഡിയോൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് ഈ നമ്പർ കാണാൻ പറ്റും. ഓക്കെ, സോ വീഡിയോ കുറച്ച് ലെങ്തി ആയി തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.